എന്ന വാർത്തയെ എനിക്ക് ഇവിടെ കേൾക്കണ്ടു എന്ന ഹിരണ്യകശിപുവിന്റെ കൽപ്പന വന്നു. അസുരകിങ്കരന്മാരെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയി വധോപായങ്ങൾ, ഒരാളെ എങ്ങനെ കൊല്ലാം എന്നതിന്റെ എല്ലാ കണ്ടുപിടുത്തവും നടത്തിയിട്ടുള്ള ആൾക്കാർ അസുരന്മാരാണ്. അവര് തലങ്ങും വിലങ്ങും ശ്രമിച്ചിട്ട് നടന്നില്ല. എന്തൊക്കെയോ ചെയ്തു നോക്കി, വെട്ടാൻ നോക്കി, കുത്താൻ നോക്കി, ആനയെ കൊണ്ട് കുത്തിക്കാൻ നോക്കി, പാമ്പിനെ കൊണ്ട് കടിപ്പിക്കാൻ നോക്കി, പട്ടിണിക്കിട്ട് നോക്കി, വിഷം കൊടുത്തു നോക്കി, കെട്ടി വലിഞ്ഞ് തീയിൽ ചിറയിൽ കൊണ്ടിട്ടു, കല്ലൊക്കെ കെട്ടി കടലിൽ കൊണ്ടിട്ടു, മലമുകളിൽ നിന്ന് ഉരുട്ടി വിട്ടു, വലിയ പാറക്കല്ല് കൊണ്ട് മേലേക്ക് ഇറങ്ങി നോക്കി. ഇനി ഇവനെ ചെയ്യാത്തതൊന്നുമില്ല. എല്ലാ മാർഗങ്ങളും പരാജയപ്പെട്ട അവസാനം പ്രഹ്ലാദനെ ഹിരണ്യകശിപുവിന്റെ മുമ്പിൽ തന്നെ കൊണ്ടെത്തിച്ചു. ഒന്നില്ലേ അവനെ ഒക്കെ ചോദിച്ച് ഹിരണ്യകശിപുവിന് ആദ്യം ആട്ടമൊക്കെ ചാടി. ഞങ്ങൾ വിചാരിച്ചിട്ട് പറ്റണില്ല എന്നും പറഞ്ഞ അവര് ആ പ്രഹ്ലാദനെ കൊല്ലുകയെന്നുള്ളതിൽ നിന്ന് നമ്മൾ പിന്തിരിഞ്ഞു. ഇവനെ കൊല്ലേണ്ടത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ഹിരണ്യകശിപു പ്രഹ്ലാദനെയും കൊണ്ടായി. അപ്പോഴാണ് മകനെ കൊല്ലാൻ കൊടുത്തു വിട്ടു എന്നുള്ള വാർത്ത അറിഞ്ഞ് ജീവൻ പോയ പോലെ ഇരിക്കുന്ന ഒരമ്മയുണ്ട് അവിടെ, കയാധു. പ്രഹ്ലാദനെ തിരിച്ചു കൊണ്ടുവന്നു എന്ന് കേട്ടപ്പോൾ സമാധാനം. അതപ്പുറത്തുനിന്ന് ഇറങ്ങി പ്രഹ്ലാദനെ കാണാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വരലും പ്രഹ്ലാദനെ കൊണ്ട് ദേഷ്യത്തിനെ വലിച്ചടച്ച് അകത്തേക്ക് ഹിരണ്യകശിപു കയറുന്ന ഒപ്പായിരുന്നു. കയാധുവിന്റെ വരവൊക്കെ കൂടി കണ്ട സ്വതേ ഭർത്താക്കന്മാർക്കുണ്ടല്ലോ, അവനവനെ കൊണ്ട് അങ്ങാടിയിൽ തൊട്ടാൽ അമ്മയോട് എന്ന് പറയുന്ന പോലെ അവനവനെ കൊണ്ട് വല്ലാണ്ടായ ഒക്കെ ഭാര്യയുടെ തലയ്ക്ക് കുറ്റം വയ്ക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഹിരണ്യകശിപു കൃത്യമായിട്ടൊന്നും ഉണ്ടാകുന്നില്ല. ഒക്കെ കൂടി കൊണ്ടുവന്ന് കയാധുവിന്റെ നേരൊക്കെയായി കാര്യങ്ങൾ. കയാധു ഓടി വെള്ളം കണ്ടപ്പോ അവനോടുള്ള സ്നേഹം കൊണ്ടുള്ള വരവാണല്ലോ. നീ ഒരുത്തിയാണ്. നമ്മൾ രണ്ടുപേരും ഒരേപോലെ വാത്സല്യം കൊടുത്ത് വളർത്തിയ 3 കുട്ടികൾ അപ്പുറത്തില്ലേ, അവർക്ക് വല്ല കുഴപ്പമുണ്ടോ? ഞാൻ തപസ്സിന് പോകുമ്പോൾ നീ ഗർഭവതിയാണ്, തിരിച്ചു വരുമ്പോഴേക്കും നീ ഇവനെ പ്രസവിച്ച് വളർത്താൻ തുടങ്ങി. നീ മാത്രമായിട്ട് വാത്സല്യം കൊടുത്ത് വളർത്തിയ ഇവനിപ്പതാ എനിക്കെതിരെ, അതും ഞാൻ ശത്രുവായിട്ട് കണക്കാക്കുന്നവനെ ആരാധിക്കുന്നവനായിട്ട് മാറിയിരിക്കുന്നു. വല്ലാതെ സ്നേഹിച്ച് വാത്സല്യം കൂട്ടി വളർത്തിയതല്ലേ, നിന്റെ കൈ കൊണ്ട് വിഷം കുടിച്ച് വഞ്ചാവണം. അത് കണ്ടിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകുള്ളൂ. ഇനി തൊട്ട് നമുക്ക് മക്കള് 3 മതി. കയാധുവിന് ദേഷ്യം വന്നിട്ട് പറയാനൊക്കെയുള്ള ഭാഗത്തിൽ നിൽക്കുകയാണ്. പ്രഹ്ലാദനെയൊക്കെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് പേടിക്കണ്ടാട്ടോന്നൊക്കെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ഹിരണ്യകശിപു പറഞ്ഞു കഴിഞ്ഞിട്ട് പോകണമെന്നില്ല. കയാധുവിന് അവർക്ക് പോകാതെ തോന്നുന്നില്ല. അടുത്ത നിമിഷമാണ് ഹിരണ്യകശിപുവിന്റെ ഭാഷ മാറിയത്. നിന്റെ കൈ കൊണ്ട് വിഷം കുടിച്ച് ചാവണം, കണ്ടട്ടേ പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞ ഹിരണ്യകശിപു പിന്നെ ഭാഷയൊക്കെ മാറ്റി. പറഞ്ഞാൽ മനസ്സിലാവണല്ലേ, ഇത് ഹിരണ്യകശിപു എന്ന ഭാര്യ ഭർത്താവ് കയാധു എന്ന ഭാര്യയോട് സല്ലപിച്ചതല്ല, ഇവന്റെ കഥ കഴിയണം. അതിന് നീ തന്നെ ഇവന് വിഷം കൊടുക്കണം. ഇത് രാജകൽപ്പനയാണ്, കൊണ്ടിട്ടുവരെ വിഷം എന്ന് ഹിരണ്യകശിപുവിന്റെ കൽപ്പന വന്നപ്പോഴേക്കും വിഷപാത്രം ആരോ കൊണ്ട് അറിയാണ്ട് കയ്യിലോട്ട് കൊടുത്തു. കയാധുവിന്റെ കയ്യിൽ വിഷം എടുക്കേണ്ടി വന്നു. പക്ഷെ വാത്സല്യം കൂട്ടി വളർത്തിയ മകന് കയ്യിലുള്ള വിഷം കൊടുക്കാൻ പറ്റാതെ ഇനിയും ബലം പിടിച്ചാൽ താൻ തന്നെ പിടിച്ചാലും ശരി കൊടുക്കില്ല എന്ന് തീരുമാനിച്ച് കയാധു വിളയ്ക്കുന്ന കൈകളുമായിട്ട് നിൽക്കുമ്പോൾ അമ്മയുടെ ധർമ്മസംഘം പ്രഹ്ലാദന് മനസ്സിലായി. പ്രഹ്ലാദൻ ആവേശം വാങ്ങി. കയാധു പിന്നിലേക്ക് ബലം പിടിച്ചു വെച്ചാലും കൊടുക്കേണ്ടി വന്നു. അവസാനം ആ വിഷപാത്രത്തിനെ കയ്യിൽ വെച്ച് അമ്മയെ സമാധാനിപ്പിക്കുന്ന പോലെ ഒരു നോട്ടം നോക്കി പ്രഹ്ലാദൻ. എനിക്കൊന്നും ഉണ്ടാവില്ല എന്നൊരു നോട്ടത്തിൽ പറഞ്ഞുകൊണ്ട് ആ വിഷം ചുണ്ടോട് ചേർക്കുമ്പോ ഇവൻ എപ്പ ചാവുന്നു നോക്കി നിൽക്കുകയാണ് അപ്പുറത്ത് ഹിരണ്യകശിപു. ആ വിഷം പ്രഹ്ലാദൻ എന്നൊരു നാമം ജപിച്ച വിഷം കുട്ടിക്കുമ്പോ ഹിരണ്യകശിപുവിന് ആ നാമജപം കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഒടുക്കത്തെ ജപമാണ്, അതൊരു ധീരാണല്ലോ. ജപിച്ചോ എന്നിട്ട് അവനെകളൊക്കെ ചത്തോട്ടേന്നും പറഞ്ഞ് ഹിരണ്യകശിപു സന്തോഷമായിട്ട് കണ്ണുകുളിയൊക്കെ മകന്റെ മരണം കാണാൻ കാത്തു നിൽക്കുന്ന അച്ഛൻ അത് കാണാൻ വയ്യാന്ന് പറഞ്ഞ് കണ്ണുകുത്തി പിടിച്ച് പൊട്ടിക്കറിയണ അമ്മ. പ്രഹ്ലാദൻ ഇതിലൊന്നും രണ്ടും ബാധിക്കാത്ത രീതിയിൽ കൂസലില്ലാതെ നിന്ന് ദാഹം മാറ്റുക എന്നുള്ള ശാലയിൽ വിഷം കുടിക്കുന്ന പ്രഹ്ലാദൻ. ആ വിഷപാത്രം വിഷം മുഴുവൻ കുടിച്ച് വലിച്ചെറിഞ്ഞ് കരയുന്ന അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് ചേരത്തുമ്പ് പിടിച്ചു വലിച്ചു. അമ്മയ്ക്കൊന്നുമില്ല. കണ്ണു തുറക്കൂ, കയാതുമ്പോ കണ്ണു തുറക്കുന്നു, ധൈര്യമായിട്ട് കണ്ണു തുറക്കൂ, എന്നാലല്ലേ കാണുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കയ്യൊക്കെ പിടിച്ചു വലിച്ചപ്പോ പതുക്കെ ഒരു വിരല് തുറന്നു നോക്കിയപ്പോഴാണ് പ്രഹ്ലാദനെ കണ്ടത്. എനിക്കൊന്നുമില്ല എന്നൊക്കെ കുട്ടി പറയണ്ടേ. പക്ഷെ പ്രഹ്ലാദന്റെ തങ്കവർണ്ണമൊക്കെ മാറി നീല നിറം ശരീരത്തിലെ വിഷം വ്യാപിപ്പിക്കുന്നത് കയാതും കണ്ടറിയുന്നുണ്ട്. കുട്ടി ഒന്നും അറിയാണ്ട് പറയുകയാണെന്നുള്ളതിലേക്ക്
മരിക്കാച്ചാലും അത് എന്റെ നൃത്തത്തിന്റെ ഇന്ന് മരിച്ചോട്ടെ എന്നുള്ള കയ്യാപ്പ് തീരുമാനിച്ചു. ആ കുട്ടികൾ വാരിയെടുത്ത് തന്റെ നെഞ്ചോട് ചേർത്ത് നിൽക്കുമ്പോഴാണ് ഹിരണ്യകശിപു നോക്കിയിരിക്കുകയാണ്. അപ്പോഴാണ് ഹിരണ്യകശിപുവിനെ ഞെട്ടിക്കുന്നു എന്ന് പറയുന്നത്. ഈ കുടിച്ച വിഷം മുഴുവൻ ശരീരത്തിലെ നാഡീഞരമ്പുകളിലൂടെ എല്ലായിടത്തും വ്യാപിച്ച് ചുണ്ടും കണ്ണും നഖങ്ങളും അടക്കം നീളുന്നതാണ്. പചാവും എന്നൊക്കെ വിചാരിച്ചിട്ട് ഹിരണ്യകശിപു ഇങ്ങനെ നിൽക്കുന്നുണ്ട് കണ്ണും തുറച്ചു വെച്ച്. അപ്പോഴാണ് പെട്ടെന്ന് എന്തോ ഒരു പ്രകാശം പോലെ കണ്ടത്. നോക്കിയപ്പോഴാണ് ഒരുത്തൻ അമൃത് കുടിച്ചാൽ അവന്റെ ശരീരത്തിൽ മുഴുവൻ അമൃത് വ്യാപിച്ച് അതെങ്ങനെയാണോ പ്രകാശിക്കുക, അതേപോലെ ഇവന്റെ ഉള്ളിലേക്ക് ചെന്നിറങ്ങിയതായ കാലകൂട വിഷം പോലും അമൃതായി മാറി പ്രഹ്ലാദനെ തൊടാൻ പറ്റാതെ പ്രഹ്ലാദന്റെ ശരീരത്തിനെ ജ്വലിപ്പിക്കുന്ന കാഴ്ച കണ്ട് ഹിരണ്യകശിപു സത്യത്തിന് ഞെട്ടിയെടുത്താണ്. മറ്റുള്ളവരെയൊക്കെ കൊല്ലും എന്ന് പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ ഈ ഭയം എന്നുള്ളതിന്റെ സ്വാദ് ഹിരണ്യകശിപുവിന് അത്ര മനസ്സിലാകാറില്ല. ഇപ്പോഴാണ് ശരിക്കും അത് മനസ്സിലായത്. ഇപ്പൊ പ്രഹ്ലാദനെ കാണുമ്പോൾ തന്നെ പേടിയാവുക. ഈ വഴി അവസാന വഴിയാണ് ഇത് ചെയ്തത്. മറ്റുള്ളവർ പറഞ്ഞു കേട്ട അറിവല്ല, തന്റെ മുമ്പിൽ താൻ കണ്ടത്. ശരീരത്തിന് മുഴുവൻ വിഷം വ്യാപിച്ചതാണ്. തന്റെ മുമ്പിലാണ് അവന്റെ ശരീരത്തിലെ അമൃതമായി മാറിയത്. ഇവൻ തന്നെ നോക്കി ചിരിക്കുന്ന ചിരിയൊക്കെ പുച്ഛിച്ചിട്ടാണോ ഒരു സംശയം. അതാണ് ഹിരണ്യകശിപു ഉദ്ദേശിച്ചത്. എന്റെ കഥ കഴിയുണ്ടെങ്കിൽ അത് ഇവന്റെ കൈകൊണ്ടാണ്, അല്ലെങ്കിൽ ഇവൻ കാരണമാവും. ഹിരണ്യകശിപു അതും പിറുപിറുത്തുകൊണ്ടാണ് പുറത്തേക്ക് പോയത്. ശ്രീ നാരദ മഹർഷിക്ക് അറിയാം എന്താ ചെയ്യാം. ഭഗവാനൊരു സ്വഭാവമുണ്ടല്ലോ, ഭക്തന്മാർ എന്ത് പറഞ്ഞാലും അത് നേരെയാക്കി കൊടുക്കണമെന്ന് സ്വഭാവമുണ്ട്. ഹിരണ്യകശിപുവും ഭക്തനാണ്. കാര്യം പിറുപിറുത്തതാണെങ്കിൽ പോലും ഭഗവാൻ കേൾക്കാണ്ടിരിക്കില്ലല്ലോ. ഇപ്പൊ ഹിരണ്യകശിപുവിന്റെ ചൂണ്ടിലല്ല, ഇവൻ കാരണം ഞാൻ ചാവുന്നു ഉറപ്പ്. ഇവനെതിരെ ഞാൻ കയ്യോങ്ങിയതാണ് ഇനി എന്നെ കൊല്ലാൻ പോണത് ഉറപ്പ്, ഒരു സംശയമില്ല. എന്നൊക്കെ ഇവരെ സ്വയം പിറുപിറുത്ത് ഇറങ്ങി വരുന്ന സമയത്ത് വൈകുണ്ഠത്തിൽ നിന്നിട്ട് ഭഗവാൻ പറഞ്ഞു ഉറപ്പ്, ഒരു സംശയമില്ല, വലിയ താമസമില്ല, ഞാൻ വരാം. ഇവനെ തൊട്ടില്ലേ, ഇനി ഞാൻ വരാമെന്നാണ്. ദേവന്മാര് ഭഗവാന്റെ അടുത്തേക്ക് ചെന്നിട്ട് സങ്കടം പറഞ്ഞു, രക്ഷിക്കുന്നുണ്ടോ? വരാം, എപ്പോ വരും? ദേവന്മാരെ ദ്രോഹിച്ചാ വരാം, അതൊക്കെ പണ്ടേക്ക് പണ്ടേ ദ്രോഹിച്ചാണ്. വേദങ്ങളെ ദ്രോഹിച്ചാ വരാം, വേദങ്ങളെയും പണ്ടേ ഉപദ്രവിച്ചാണ്. ഗോക്കള് ബ്രാഹ്മണര് ഇവരെയൊക്കെ ഉപദ്രവിച്ചാ വരാം. യഥാ ദേവേഷു വേദേഷു ഗോഷു വിപ്രേഷു സാധുഷു ഇവരെയൊക്കെ ഉപദ്രവിക്കുമ്പോഴാണ് ഭഗവാനെയൊക്കെ അവതരിക്കുക. ദേവന്മാര്, വേദങ്ങള്, ഗോക്കള്, ബ്രാഹ്മണര്, അതുപോലെ സാധുക്കള് ഇവരെയൊക്കെ ഉപദ്രവിക്കുകയാണെങ്കിൽ അപ്പോഴും ദേവന്മാര് പറഞ്ഞു ഈ ലിസ്റ്റൊക്കെ അവിടെ എന്നെ കടന്നു, ഇവർക്കൊക്കെ പരമോപദ്രവം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരവിടെ. അപ്പൊ അവസാനം ഭഗവാൻ പറഞ്ഞു നിർവൈരായ പ്രശാന്തായ സ്വസുതായ മഹാത്മനെ പ്രഹ്ലാദായ യഥാ ദൃഹ്യേ ഹനിഷ്യേ വിവരോചിതം. വൈരബുദ്ധിയില്ലാത്ത പ്രശാന്തനായ സ്വന്തം പുത്രനായ പ്രഹ്ലാദനെ എപ്പോ ഇവൻ ദ്രോഹിക്കുന്നു അപ്പൊ അല്ല വേറൊന്നും. അവൻ കുറെ വരമൊക്കെ വാങ്ങി വെച്ചു, അതൊന്നും സാധില്ല. ഹനിഷ്യേവി വനോചിതം. ഭഗവാൻ അത്രയും കൂടി ഉറപ്പ് കൊടുത്തു വെച്ച് അവനെന്ത് വര വാങ്ങിക്കോട്ടെ അവനെ ഞാൻ കൊടുക്കും. അല്ലാതെ പഴ ഉണ്ടാവുക എന്ന് വെച്ചാൽ അവർക്ക് പെരിയേക്കണ്ടേ. അമ്മായിക്ക് ഇപ്പുറത്തുണ്ടല്ലോ ദേവലോ താവത്കാലം പ്രതീക്ഷ. അവസാനം ഭഗവാൻ അവരോട് കുറച്ച് കാലം കാത്തിരിക്കേണ്ടി വരും. പിന്നെ ഇവരുടെ പ്രാർത്ഥന ഒന്നാണ്, എപ്പോഴാണ് ഇവൻ പ്രഹ്ലാദനെ പടയ്ക്കുക, പ്രഹ്ലാദനെതിരെ എപ്പോഴാണ് ഇവൻ കൈ വയ്ക്കുക. ഇനി വേറെ വഴിയൊന്നുമില്ല. എന്ത് ഹിരണ്യകശിപു കാണിച്ചാലും പ്രഹ്ലാദനെ ദ്രോഹിച്ചാൽ മാത്രമേ ഭഗവാൻ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇവൻ പ്രഹ്ലാദന്റെ നേരെ ഇപ്പൊ കൈ വയ്ക്കും, പ്രഹ്ലാദനെ ഇപ്പൊ ഉപദ്രവിക്കും. പ്രഹ്ലാദനെതിരെ ഇവൻ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് അവർ കാത്തു നിൽക്കുമ്പോഴാണ് അവിടെ ഈ പണക്കത്തിന് തിരി കൊടുത്ത പോലെയാണ് പ്രഹ്ലാദനെതിരെയുള്ള ഉപദ്രവം. വലിച്ചെറിയുന്നു, കൽപ്പന കൊടുക്കുന്നു, കൊല്ലാൻ കൊടുക്കുന്നു, അവര് പല പല വഴികൾ നോക്കുന്നു. പ്രഹ്ലാദനെ തിരിച്ചു കൊണ്ടുവരണു, വിഷം കൊടുക്കുന്നു, കൊല്ലാൻ പറ്റാണ്ട് തലയ്ക്ക് മാതിയിട്ട് ഇവനെ കൊണ്ട് ഞാൻ ചാവും എന്നും പറഞ്ഞ് ഹിരണ്യകശിപു എന്നെ പുറത്ത് പുറത്തേക്ക് പോകണുണ്ടപ്പോ അവർക്ക് സമാധാനമാവും. ഇനി പുറപ്പെടുമല്ലോ ഭഗവാൻ. അപ്പോഴാണ് അടുത്ത പ്രശ്നം ഉണ്ടാകുന്നത്. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നാലെ നരസിംഹാവതാരം അപ്പം നടക്കേണ്ടതാണ്. അപ്പൊ ഉണ്ട് ചണ്ടാവർക്കന്മാർ ഓടി വന്നിട്ട് മഹാരാജാവെ ഒരു കാര്യം പറയാണ്ട്, എന്ത് കാര്യമായാലും കുഴപ്പമില്ല, ഒന്നിനീ സാധാരണ നിങ്ങൾ കൊല്ലണം, അല്ലാതെ ഇത്രയും നിങ്ങൾ നേരെയാക്കണം, നേരെയാക്കി തരാം. എങ്ങനെ? സൂചി കൊണ്ടുള്ള കയറുകൊണ്ട് വിളിച്ച് കെട്ടാം. അങ്ങനെ രണ്ട് തിരുവണ്ണന്മാരെ അവിടെ കിട്ടി. നിങ്ങൾ എന്താ
ഇവന്റെ മേല് കുന്തം കുത്തിയിട്ട് കയറിയിട്ടില്ല. ആ സാധനത്തിനെ കൊണ്ടുപോയിട്ട് നിങ്ങൾ സൂചി കൊണ്ട് കുത്തിക്കൊല്ലാന്നൊക്കെ പറഞ്ഞാൽ അല്ല, അങ്ങനെ കുത്തിക്കൊല്ലല്ല, സൂചി കൊണ്ടുള്ള കയറാണല്ലോ വരുന്ന പാശം, അതുകൊണ്ട് പിടിച്ച് കെട്ടിയില്ല. ആ സൂചിയുടെ ശരീരത്തിലേക്ക് തുളച്ച് കയറി രക്തമൊക്കെ ഒരു ഭാഗത്തുനിന്ന് വാർന്ന് ഒലിച്ചു പോകും. ഒരു തൊട്ട് വെള്ളം പോലും കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചാൽ ആരോഗ്യമില്ലാണ്ടായിട്ട് എന്തിനാവുന്നില്ല, ഒന്നിനും ഇവൻ അതോടെ നേടിയുള്ളൂ. അല്ലെങ്കിൽ ആവുള്ളൂ എന്തെങ്കിലും എന്തായാലും ഒന്നിനും തിരിച്ചു വരാത്ത നേരെയാവണം, അല്ലെങ്കിൽ ഇത് തത്ത് കിട്ടണം. ഇത് രണ്ടും നടന്നില്ലെങ്കിലും ഹിരണ്യകശിപു അങ്ങേറ്റം ഇവ നേരെയാവുന്നില്ല, അവിടെ ആവുന്നില്ല, സംഭവിച്ചു പേരെങ്കിലും വിട്ടുപോയി. ഇവർക്ക് 2 ഓപ്ഷനേ ഉള്ളൂ. ആ ഒരു ഭാഗമാണ് ആകെ വിഷയം. അവസാനം സമാധാനം പറഞ്ഞു, ഞങ്ങളുടെ അച്ഛൻ, നമ്മുടെയൊക്കെ ഗുരുനാഥൻ ശുക്രനെ കൃഷി വരുമല്ലോ, എന്നിട്ട് അല്ല അദ്ദേഹം വന്നാൽ നേരിയേക്കും, എന്താ ഉറപ്പ് അനിയെ നേരിയേക്കില്ലോ, അപ്പൊ പിന്നെ ഇവനെ നേരിയാക്കാണ്ടിരിക്കും. ഹിരണ്യകശിപു ആലോചിച്ചപ്പോ ഇതൊന്നും തീരുമാനമാവണ പോലെ ഇല്ല, കൊണ്ടപ്പോയി അവസാനം അതാ കെട്ടാൻ ആടുമ്പോ കാണും വഴിമുടി കിടക്കുകയാണ്. ഇവനെ ഇപ്പൊ തനിക്കെതിരെ പുറപ്പെടുമെന്നാണ് ഇപ്പൊ ഹിരണ്യകശിപുവിന്റെ പേര്. ചണ്ടാപരന്മാരെ കൊണ്ട് അവിടെ കൊണ്ടുപോയി ഗുരുകുലത്തിന് ഒരു തൂണില് മരണമാസം കൊണ്ട് വിളിച്ച് കെട്ടിയിട്ടു. സൂചി കൊണ്ടുള്ള കയറ് ശരീരത്തിലേക്ക് സൂചികൾ ആഴ്ന്നിറങ്ങുമ്പോഴും പ്രഹ്ലാദൻ കുസലില്ലാതെ നിന്നു. കെട്ടിക്കഴിഞ്ഞ് നോക്കിയിട്ടും ഒരു തുള്ളി ചോര പൊടിഞ്ഞതായിട്ട് അവരെവിടെയും കണ്ടില്ല. പറഞ്ഞ പോലെ ശുക്രനെന്ന് വലിയ ഒരു തീരുമാനമായിരിക്കും. ഈ നിലയ്ക്കായിട്ട് എന്ത് മര്യാദക്ക് നാമജപം എത്തിക്കും. പ്രഹ്ലാദനെ അവരോടൊന്നും പറയാനില്ല. സദാമണ്ഡന്മാര് മണ്ഡന്മാര് പ്രഹ്ലാദനെ ഭീഷണിപ്പെടുത്തുന്നതാ, ഒന്നിനെയും നാമജപം നിർത്തിക്കോ. അല്ല, നാമജപം നിർത്താൻ പറ്റില്ല, എന്നൊന്നും വെച്ചോ, ഏതെങ്കിലും ഒന്ന് നീ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അവര് തൽക്കാലം വന്ന് പുറപ്പെട്ടു പോയി. അവരില്ലാത്തതായ ഒരവസരം നോക്കി ഗുരുശ്ചാസാന്നിധ്യേ, ഗുരുനാഥന്മാരുടെ സാന്നിധ്യത്തിൽ പ്രഹ്ലാദന്റെ കൂട്ടുകാരൊക്കെ അവിടെ വന്നു ചേർന്നു. അവര് പ്രഹ്ലാദനോടുള്ള സ്നേഹം കൊണ്ട് അച്ഛൻ പറഞ്ഞാൽ നാമം ജപിക്കരുതെന്ന് പറയുന്നില്ലേ, അത് കേട്ടുകൂടെ എന്നൊക്കെ ചോദിച്ചു. അവര് പ്രഹ്ലാദന് തോന്നി ഇതുവരെയുള്ളത് വഴിതെറ്റി, ഈ കുട്ടികളെ പിടിച്ചിരുത്തിയിട്ട് 4 കാര്യം പറഞ്ഞു കൊടുത്താൽ അതുകൊണ്ട് അടുത്ത തലമുറയെങ്കിലും നേരെയാക്കാമല്ലോ എന്ന് തോന്നിയിട്ടാണ് പ്രഹ്ലാദൻ അവർക്കായിട്ട് ഭാഗവത ധർമ്മത്തെ പറഞ്ഞു കൊടുക്കുന്നത്. കൗമാരാചരേ പ്രാജ്ഞോ ധർമാൻ ഭാഗവതായിക, കുട്ടിക്കാലത്ത് തന്നെയാണ് ഭാഗവത ധർമ്മങ്ങളെ ആചരിക്കേണ്ടത്. കാരണം കിട്ടുന്ന മനുഷ്യജന്മം വളരെ ദുർലഭമായതാണ്. ഈ ജന്മത്തിൽ കിട്ടിയ ആയുസ് എന്നുള്ളത് ഭഗവാനെ ഭരിച്ച് അവിടെ എത്താൻ വേണ്ടി കിട്ടിയ സമയം മാത്രമാണ്. അതിൽ ഒരു നിമിഷം കളഞ്ഞാൽ ആ ഒരു നിമിഷം പോയതാണ്. പിന്നേക്ക് വെച്ചാൽ സാധിക്കുന്ന ഒന്നല്ലത്. കുട്ടിക്കാലത്ത് കളികളായിട്ടും കൗമാരത്തിൽ യൗവനത്തിൽ പലതരത്തിലുള്ള ആസക്തികളായിട്ടും വാർദ്ധക്യത്തിന്റെ ജരാനരങ്ങളായിട്ടും നമ്മളുടെ ആയുസ്സിനെ ജീവിതത്തിനെ കാലം അപഹരിച്ചു കൊണ്ടുപോകും. അങ്ങനെയൊക്കെ ഭജനത്തിനായിട്ടൊക്കെ കഴിഞ്ഞിട്ടോ ഇതിനിടയിലൂടെയോ ഒരു സമയം കണ്ടെത്താൻ നോക്കിയാൽ നടക്കില്ല. പകരം കുട്ടിക്കാലത്ത് അച്ഛൻ അമ്മ എന്ന് പറയുന്നതിനൊപ്പം രാമകൃഷ്ണ കൂടി പറഞ്ഞാൽ അത് നാമം നമുക്ക് ഉണ്ടാവും. അവസാനം മരിക്കുമ്പോഴും ആ നാമം നാവിലുണ്ടാവും. അല്ലാതെ ഇടയിൽ വെച്ച് നാമത്തിനെ നാവിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല എന്നല്ല, ഒട്ടും എളുപ്പമല്ല. നമുക്കൊക്കെ ഇപ്പൊ അതാണല്ലോ പ്രായം, ഇപ്പോഴേ നാമം ജപിച്ചു തുടങ്ങാം. എന്നാൽ ഭഗവാനെ കിട്ടും എന്ന് പ്രഹ്ലാദനത ഉറപ്പ് പറഞ്ഞു. കാരണം ഭഗവാനെ ആർക്കും എവിടെ നിന്നും കിട്ടിയിട്ട് വേണ്ട, സിദ്ധത്വാദിഹ സർവത, എല്ലാവർക്കും സിദ്ധമാണ് ഭഗവാൻ, അവന്റെ ഉള്ളിലുണ്ട് ഭഗവാൻ. അതിനെ തിരിച്ചറിയുക എന്നുള്ളത് മാത്രമാണ് ചെയ്യുന്നത്. എവിടെ നിന്നോ കിട്ടുന്ന ഒന്നാണെങ്കിൽ അതൊക്കെ അവിടെ തന്നെ നഷ്ടപ്പെടും. എവിടെ നിന്നെങ്കിലും നേടിയതിനെ ഇവിടെ തന്നെ വിട്ടിട്ട് നമ്മൾ പോണ്ടി വരും. ഭഗവാനെ സ്വന്തമായിട്ടുള്ളതിനെ തിരിച്ചറിയാം. ആ ഭഗവാനെ തിരിച്ചറിയുമ്പോഴോ കേവലം അനുഭവ ആനന്ദ സ്വരൂപ പരമേശ്വര, അനുഭവ ആനന്ദ സ്വരൂപനാണ് ഭഗവാൻ. ആ ഭഗവാനെ അറിയുന്നതോടും നമ്മൾ അനുഭവിക്കുന്നതാണ് ആനന്ദം. ആനന്ദം എന്ന് പറയുന്നത് ആ ആനന്ദമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് ഈ ലോകത്തിലെ പല പല സുഖങ്ങളുടെ പിന്നാലെ പലരുമ്പോൾ പഠിക്കുന്ന സുഖം തോന്നും, പഠിപ്പ് കഴിഞ്ഞാൽ സുഖം തോന്നും, ജോലി കിട്ടിയാൽ സുഖം തോന്നും, ജോലി കിട്ടിയാൽ കല്യാണം കഴിച്ചാൽ സുഖം തോന്നും, അത് കഴിഞ്ഞാൽ കുട്ടികൾ ആവലാണ് സുഖം തോന്നും, പിന്നെ ആവാണ്ടിരിക്കുകയായിരുന്നു സുഖം തോന്നും, ഇനി ഇതൊക്കെ വലുതായ സുഖം തോന്നും, പിന്നെ അതിനെ കല്യാണം കഴിപ്പിച്ചാൽ ഒരു സുഖം, പേരക്കുട്ടി ഉണ്ടായാൽ ഒരു സുഖം, പിന്നെ അതൊക്കെ കൂടിയിട്ട് അവസാനം കിട്ടുന്നതാണ് അസുഖം. അങ്ങനെ കിടപ്പായപ്പോ ആർക്കൊക്കെ വേണ്ടി കഷ്ടപ്പെട്ടോ പറയണം, തിരിഞ്ഞു നോക്കാനില്ല. കെട്ടി ഉണ്ടാക്കിയ വീട്ടിൽ നിന്നൊന്നും കിട്ടാനില്ല. ആരെ വളർത്തി വലുതാക്കിയോ മക്കളെ തിരിഞ്ഞു നോക്കാനില്ല. ഒരു തൊഴിൽ വെള്ളം കൊടുക്കാൻ പോലും ആരും ഇല്ലാതാകുമ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടി ചെയ്തു എന്ന് ആലോചിച്ച് മാനം നോക്കി കിടക്കുമ്പോൾ അവസാനം ഉത്തരത്തിലിരിക്കുന്ന വല്ലി പറയും, ഭഗവാൻ നമ്മൾ രണ്ടാമത് കൈകൊള്ളുക. ഈ ഉത്തരത്തിലുള്ള വല്യ ഇവൻ ഒരേ ടൈപ്പാണ്.
ഈ ഉത്തരത്തിന് പല്ലിയിരിക്കുന്നുണ്ടാവും. ഈ നാട്ടിലെ പല്ലിയിരിക്കും, അത് ഉത്തരല്ലേ. ഉത്തരത്തിലിരിക്കണ പല്ലി ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് ചിലക്കും. ഈ ചിലക്കുന്നത് ഉത്തരത്തിനോടാണ്. അനങ്ങാണ്ട് നിൽക്കണം. കഷ്ടപ്പെട്ടിട്ട് ഞാൻ എന്നെ പിടിച്ചു നിർത്തുക. ഞാൻ അവിടെ ഇരുന്ന് അല്ലെങ്കിൽ തലയും കുത്തി താഴെ പോയ എന്നെ പറയാം. പല്ലിയുടെ ഒരു വിചാരം എന്താ, ഈ ഉത്തരവും അതിന്റെ മുകളിലുള്ള വീടും ഒക്കെ എന്റെ തലയിലാണ്. ഇത് വിചാരിച്ച് ഈ പല്ലി ഉത്തരത്തിനോട് പറഞ്ഞ് ചിലച്ച് നടന്നിട്ട് അവസാനം അത് തലയും കുത്തി താഴെ പോയി. എന്നിട്ട് താഴെ വീണ പല്ലി നോക്കുമ്പോൾ ഉത്തരം വേറെ എവിടെയോ, പല്ലി വേറെ എവിടെയോ. എന്നിട്ട് അവിടെ കിടന്നിട്ട് ഈ പല്ലി ഉത്തരത്തിനോട് പറയുന്നത് പറഞ്ഞാൽ കിട്ടിയെങ്കിൽ എത്ര കഷ്ടപ്പെട്ടിട്ട് പിടിച്ചു നിർത്തിയതാ ഞാൻ. ഇപ്പോഴും പല്ലിയുടെ വിചാരം ഉത്തരം വീഴുന്നതാണ്, അല്ലാണ്ട് പല്ലി വീഴുന്നത് നീ മനസ്സിലായിട്ടില്ല. ഇതേ കട്ടപ്പാണ് അവസാനം. ഇതൊക്കെ എന്റെ തലയിലാണ്. ഈ പല്ലിയുടെ തലയിൽ ഇരിക്കുന്ന ഉത്തരം പോലെ വിചാരിച്ച് നടന്ന് അവസാനം ഈ പടികളൊക്കെ കിടക്കുമ്പോൾ മുകളിലിരിക്കുന്ന പല്ലിയെ ഉണ്ടാവുന്നു കൂട്ട്. വേറെ എന്തിനേയും പ്രതീക്ഷിക്കണ്ട. പക്ഷെ ആ സമയത്തും ആരൊക്കെ ഉണ്ടാവണമെന്ന് വിചാരിച്ചോ അവരെയൊന്നും പ്രതീക്ഷിക്കണ്ട. ആ സമയത്തും വരാൻ പറ്റുന്ന ഒറ്റ ആളുണ്ട്, അത് ഭഗവാൻ മാത്രമാണ്. അവിടെ ഭഗവാൻ ഇറങ്ങി വരും എന്നുണ്ടെങ്കിൽ ഇനി ആരില്ലെങ്കിലും പ്രശ്നമില്ല. അവിടെ ഭഗവാൻ ഇറങ്ങി വരണം ഇല്ലെങ്കിൽ ആരൊക്കെ ഉണ്ടായിട്ടും വലിയ കാര്യമില്ല. ആ അവസാന നിമിഷത്തിലും ഭഗവാൻ ഇറങ്ങി വരാനുള്ള വഴി എന്തെന്ന് വെച്ചാൽ അന്നും ഭഗവാൻ ചോദിക്കാതെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നല്ല ആരോഗ്യം ഉണ്ടാകുന്നു. അത് എവിടെയൊക്കെ തെറ്റി നടന്നു, എത്ര പ്രാവശ്യം അമ്പലത്തിന് മുമ്പ് കൂടെ തെക്ക് വടക്ക് നടന്നിട്ടുണ്ടാവും. ഒന്നും അങ്ങോട്ട് തിരിഞ്ഞ് നമസ്കരിക്കാറുന്നില്ലേ, തോന്നിയിട്ടില്ല. അന്ന് ഈ നാവിന് ആരോഗ്യം ഉണ്ടായിരുന്നു. ആരെയൊക്കെ ചെയ്യണം, എത്രയൊക്കെ അവനവന്റെ അഹങ്കാരം പറഞ്ഞു ഒരു നാമം തോന്നിയിട്ടില്ല. ഈ കൈ കൊണ്ട് ആരെയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടാവും. ഒന്ന് ഈ കൈ രണ്ട് കൂട്ടി പിടിച്ചിട്ട് തൊടാൻ തോന്നിയിട്ടില്ല. എത്രയൊക്കെ നിറഞ്ഞു നടന്നതാണ് ഈ തല, ഒന്ന് എന്നെ മുമ്പിൽ കുനിക്കാൻ തോന്നിയിട്ടില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് തന്നെ രക്ഷിക്കണമെന്ന്. പക്ഷെ ഞാൻ എങ്ങനെ രക്ഷിക്കും? ഭഗവാന്റെ ചോദ്യം ഉണ്ടാവുക, ഞാൻ എങ്ങനെ രക്ഷിക്കും? ഒരു പ്രദക്ഷിണം വെച്ചില്ല, ഒരു കൈ കൊണ്ട് ഭഗവാനൊന്നും തൊഴുതില്ല, തലയൊന്നും ഭഗവാന്റെ മുമ്പിൽ കുനിച്ചില്ല, ഒരു നാമം ജപിച്ചില്ല, അമ്പലത്തിന്റെ ഉള്ളിലേക്ക് തിരിഞ്ഞു പോലും നോക്കിയില്ല. വേറെ ചിലർ കഷ്ടം വരെ നോക്കിയിട്ട് അതാണോ നിങ്ങൾ പറയുന്ന കൃഷ്ണൻ എന്നൊക്കെ ചോദിക്കുന്നു. അത്രയെങ്കിലും നോക്കുന്നില്ല ചില വിവരമില്ലാത്തവന്മാർ. എന്നാൽ ഈശ്വരനെ ഭജിക്കാൻ കിട്ടിയ കണ്ണ്, കയ്യ്, കാല്, നാവ്, മൂക്ക് ഒക്കെ ഈ ശരീരത്തിലെ ഓരോന്നുകൊണ്ട് ഭജിക്കാം. തിരിഞ്ഞു പോകുന്നില്ല. അവന്റെ മുമ്പിൽ അവന്റെ എത്തും ഭഗവാനാണ്. അവന്റെ മുമ്പിലും എത്തിയിട്ട് അവസാനം ഭഗവാൻ ഇതൊക്കെ തിരിച്ചു പോയി. ഞാൻ തന്നെ എങ്ങനെ രക്ഷിക്കുക? താൻ തന്നെ പറയാൻ എന്ത് പറയുന്നു? അങ്ങനെ ഉത്തരവില്ലാത്തവരാവാതിരിക്കാൻ പ്രഹ്ലാദൻ പറയും, ഇപ്പൊ ജപിച്ചു തുടങ്ങിയാൽ നാം എന്തിനു തന്നു? നാം ജപിക്കാൻ വേണ്ടി. കണ്ണ് തന്നത് ഭഗവാനെ കാണാൻ, കാല് തന്നത് ഭഗവാന്റെ കഥകൾ കേൾക്കാൻ, കൈകൾ തന്നത് ഭഗവാന് വേണ്ടി കൈകാര്യങ്ങൾ ചെയ്യാൻ, കാല് തന്നത് ഭഗവാന് പ്രദക്ഷിണം വയ്ക്കാൻ, ശിരസ് തന്നത് ഭഗവാന്റെ മുമ്പിൽ നമസ്കരിക്കാൻ, ബുദ്ധി തന്നത് ഭഗവാനെ ചിന്തിക്കാൻ, മനസ്സ് തന്നത് ഭഗവാനെ ആസ്വദിക്കാൻ, ചിത്തം തന്നത് ഭഗവാനെ ഓർക്കാൻ, അഹങ്കാരം തന്നത് ഞാൻ തന്നെയാണ് ഈശ്വരൻ, അഹം ബ്രഹ്മാസ്മി എന്ന ആത്മബോധത്തിലേക്ക് എത്തിച്ചേർന്നത്. ആ ഭഗവാനെ പ്രത്യേകാത്മസ്വരൂപേണ ദൃശ്യരൂപേണ സ്വയം, പ്രത്യേകാത്മസ്വരൂപനായിട്ടും ഉള്ളിൽ ആത്മസ്വരൂപനായിട്ടും പിന്നീട് ദൃശ്യരൂപേണ പുറമേക്ക് നോക്കുമ്പോൾ കാണുന്ന ഓരോന്നിനും ആ ബ്രഹ്മത്തിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനായിട്ട് ഒറ്റ കാര്യം ചെയ്യാണോ, തതോഹരോ ഭഗവതി ഭക്തി ഹരിയായിട്ടുള്ള ഭഗവാനെ അടികുറച്ചതായ ഭക്തിയെ അവിടെ ഞാൻ അസുരനല്ലേ എന്നുള്ളതായ പിന്തിരിപ്പൻ ചിന്താഗതികളൊന്നും വേണ്ട. ഈശ്വരന്റെ മുമ്പിൽ ദേവാസുര വ്യത്യാസങ്ങളില്ല. ദേവനോ അസുരനോ മനുഷ്യനോ യക്ഷനോ ഗന്ധർവനോ ആരോ ആവട്ടെ, ഭജൻ മുകുന്ദചരണം സ്വസ്തിമാൻ. മുകുന്ദനായ ഭഗവാന്റെ ചരണങ്ങളെ ഭജിക്കുന്നവനാണോ അവൻ ശാന്തിയുള്ളവനാണ്. യഥാവയം ഞാനാണ് തെളിവ്. അവിടെ തീർന്നു അസുരന്മാരുടെ എല്ലാ സംശയവും. പ്രഹ്ലാദൻ ഉപദേശിക്കുകയല്ല, ദൃഷ്ടാന്തമാവുകയാണ്. ഞാനാണ് തെളിവ്. നിങ്ങൾക്ക് എന്നെ കാണാം, എന്റെ ശരീരത്തിൽ വർണ്ണപാശം കൊണ്ട് കെട്ടിയത് നിങ്ങൾക്ക് കാണാം, എന്നെ കൊല്ലാൻ കൊടുത്തു വിട്ട അറിവുകളൊക്കെ നിങ്ങൾക്കുള്ളതല്ലേ. എന്നിട്ട് ആ അധോപായങ്ങളൊന്നും എങ്ങനെ ഏറ്റില്ല എന്നുള്ളതിന്റെ തെളിവാണല്ലോ ഞാനിപ്പോൾ നിന്ന് സംസാരിക്കുന്നത്. ഈ സൂചി കൊണ്ടുള്ള കയറ് എന്നിൽ കുത്തി ഇറങ്ങിയിട്ടും ഞാൻ സംസാരിക്കുമ്പോൾ വേദനയുള്ളത് പോലെ നമുക്ക് തോന്നുന്നുണ്ട്. ഞാനിതൊന്നും അറിയുന്നില്ല. എന്നെ ഭഗവാൻ രക്ഷിക്കുന്നുണ്ട്. ആ ഭഗവാനോട് എന്നെ രക്ഷിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല. അങ്ങനെ പറഞ്ഞിട്ട് രക്ഷിക്കുന്ന ഒരു ഈശ്വരനെ വെച്ചാൽ അങ്ങനെ ഒന്നിനെ ഭരിക്കാണ്ടിരിക്കാറുള്ളത്. പ്രഹ്ലാദൻ അത്രയും കൂടി പറയും, ഈശ്വരനോട് ഭഗവാനോട് പോയിട്ട് എന്നെ രക്ഷിക്കണേ എന്ന് പറയേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞാലേ രക്ഷിക്കുള്ളൂ. ചോദിച്ചാൽ അങ്ങനെ ഈശ്വരന് ഒരപകടം വന്നു, അവിടെ നമ്മൾ രക്ഷിക്കേണ്ടിയല്ല. ഈ വരുന്ന അപകടം ഏത് ടൈപ്പ് അപകടം എന്ന് ആരെങ്കിലും പറയും.
ഏതെങ്കിലും എടുത്ത് നമ്മുടെ കഴുത്തിന് കുത്തി പിടിച്ച് നിൽക്കുകയാണ്. രക്ഷിക്കണേ എന്നൊക്കെ വിളിച്ചാൽ കഴിക്കുക ശബ്ദമാണ് പുറത്തേക്ക് വരാം. ഭഗവാൻ അങ്ങനത്തെ ആർക്ക് എപ്പോ എവിടെ എങ്ങനെ രക്ഷ വേണം അത് അവിടെ കൃത്യമായിട്ട് കൊടുക്കുന്ന ആളാണ് ഭഗവാൻ. അത് ഭഗവാൻ തന്നെ വന്നോളൊന്നുമില്ല. പാഞ്ചാലി വേദന പൂണ്ടോ വിളിച്ചപ്പോൾ പൂഞ്ചേന നൽകുവാനോടി. പാഞ്ചാലി വിളിച്ചത് ഭഗവാനെ തന്നെയാണ്. പക്ഷെ ഭഗവാൻ അവിടെ ചെന്നിട്ട് ഓക്കെ പഞ്ചാലി ഞാൻ ഇവിടെ പഠിച്ചുകൊണ്ടോണ്ട് ഇതൊക്കെ ചോദിച്ചിട്ട് ഉത്തരം അപ്പോഴേക്കും വലിച്ചുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് അവിടെ കിട്ടേണ്ടത് ഒരു തുണി ഒരു പോണ തുണിയേ വേണ്ടൂ എന്നുള്ളതുകൊണ്ട് ചേര ആദ്യം പോട്ടെ, ചേര കള്ളൻ പിന്നാലെ വരാം എന്നുള്ള നിലയ്ക്ക് ഭഗവാൻ ആദ്യം ചേരയെ അങ്ങനെ വിട്ടു. ഞാൻ നല്ല തുണി കിട്ടിയാൽ പോലെ. അതാണ് ഭഗവാൻ. ആർക്ക് എന്താ എവിടെ കൊടുക്കണം അത് ആദ്യം അവിടെ എത്തിച്ചിട്ട് പിന്നെയാണ് ഭഗവാൻ പിന്നാലെ വരുന്നത്. ആരെങ്ങനെ രക്ഷിക്കണമെന്ന് ഭഗവാൻ കൃത്യമായിട്ട് അറിയാം. വിളിച്ചവരെയും വിളിക്കാത്തവരെയും ഭഗവാൻ ഒരേപോലെ രക്ഷിക്കുന്നുണ്ട്. എന്നെ രക്ഷിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടല്ല എന്നെ ഭഗവാൻ സംരക്ഷിച്ച് വിളിക്കുന്നത്. വിദിക്ഷു ദിക്ഷു ഊർധ്വം അധസാന്തരബഹി. എന്നെ 8 ദിക്കുകളിൽ നിന്നും മുകളിൽ നിന്നും താഴെ നിന്നും അകത്തു നിന്നും പുറത്തു നിന്നും ഒപ്പത്തിനൊപ്പവും നിന്ന് 4 ഭാഗത്തും ഭഗവാൻ സംരക്ഷിക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതേപോലെ എല്ലാവരെയും ഭഗവാൻ സംരക്ഷിക്കുന്നുള്ള കാര്യത്തിലും എനിക്ക് ഉറപ്പുണ്ട്. ആ ഭഗവാനിൽ അടിയുറച്ചതായ ഭക്തി ഉണ്ടാക്കിയെടുക്കുക, അതാണ് വേണ്ടത് എന്നതാണ്. പ്രഹ്ലാദൻ അസുരപാലന്മാരെ പറഞ്ഞു ബോധ്യപ്പെടുത്തിയപ്പോൾ അസുരപാലന്മാരെ നാമം ജപിക്കാൻ തുടങ്ങി. പ്രഹ്ലാദന്റെ ജപത്തിന്റെ ഒപ്പം അവരുടെ ജപം അതിങ്ങനെ ഉയർന്ന് അവസാനം ഇന്ന് വരെ വെട്ടടാ പിടിക്കടാ എന്നുള്ള ശബ്ദം മാത്രം കേട്ടിരുന്ന ഗുരുകുലത്തിന്റെ ഉള്ളിൽ നിന്ന് ഇപ്പോഴാണ് ഹരേ നാരായണ 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 എന്നിങ്ങനെ പ്രഹ്ലാദന്റെ ഉറക്കെയുള്ള നാമജപം ആദ്യ അസുരപാലന്മാർ ഇതേപോലെ ഇരുന്നു. വേറൊന്നും ജപിച്ചാൽ കേട്ടാലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എല്ലാവരും ഇതേപോലെ അസുരപാലന്മാർ ഒന്നും വേണ്ടിയില്ല. എന്താ ഉണ്ടാക്കുന്നത്? നാമം നാവിന് വരാൻ എളുപ്പമില്ല. പക്ഷെ അത് വരുത്തണം. വരുത്തിയതിനൊരു ശീലമാണ്. പിന്നെ നാമം ഈ നാവിൽ നിന്ന് പോവുകയില്ല. അയ്യോ അമ്മ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എത്ര നാളായി കഥയൊക്കെ കേൾക്കണം, എത്ര കാലമായി കേൾക്കണം. എന്നിട്ട് ഇവിടെയൊക്കെ വന്നിട്ട് കുറച്ച് നേരം പ്രഭാഷണത്തിനൊക്കെ ഇരിക്കുമ്പോഴേക്കും അവസാനം ഇതൊക്കെ കഴിഞ്ഞിട്ട് എണീക്കുന്ന സമയത്ത് അയ്യോ എന്നൊക്കെ ചില ശബ്ദം കാട്ടാണ്. നാമം ചോദിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കേട്ടപ്പോൾ തെളിയൊക്കെ കാട്ടിയ ആൾക്കാരാണ്. ഇതെന്താ അങ്ങനെ വരണേന്ന് ചോദിച്ചാൽ അതാണ് ശീലം. എണീക്കുമ്പോൾ കയ്യും കാലൊക്കെ വേദന ഉണ്ടോ ഇല്ലയോ, അയ്യോ എന്ന് പറഞ്ഞാൽ എണീക്കാൻ പറ്റും. അത് എന്തൊരു സ്വിച്ച് പോലെയാണ്. ഈ വക അവശബ്ദങ്ങളൊക്കെ ആരെങ്കിലും നമ്മളെ പഠിപ്പിച്ചു തന്നതാണ്. ആലോചിച്ചു ഒരു ദിവസം അയ്യോ എന്ന് എത്ര പ്രാവശ്യം പറയും? ഒരുത്തരോട് ചോദിച്ചതാ, ഒരു ദിവസം അയ്യോ എന്ന് എത്ര പ്രാവശ്യം പറയും? അയ്യോ ഇങ്ങനെയൊക്കെ ഒരു ചോദ്യം ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ ഉത്തരം പറയും. അതിനും മനസ്സിലൊരു അണ്ടാക്കി ഇതിങ്ങനെ എന്തെങ്കിലും അർത്ഥം പോലും അറിയില്ല. നമ്മുടെ മലയാളം നിഘണ്ടു ഡിക്ഷണറി എടുത്ത് നോക്കിയപ്പോൾ അയ്യോ എന്ന് പറഞ്ഞാൽ അർത്ഥം മുതൽ എഴുതിയിട്ടില്ല. ഒരപശബ്ദം. അതാണ് ഒരപശബ്ദം മാത്രമാണ്. വേണ്ടിടത്തും വേണ്ടാത്തിടത്തൊക്കെ പ്രയോഗിക്കുന്നതായിട്ടുള്ള ഒരവശബ്ദം. ഇത് പഠിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴെങ്കിലും സമയം ചെലവാക്കിയിട്ടുണ്ടോ ജീവിതത്തിൽ? 10ാം ക്ലാസ്സിൽ കഴിഞ്ഞിട്ട് 2 മാസം അയ്യോ കോഴ്സിന് പോയിരിക്കാം. അപകടം പറ്റുമ്പോൾ വിളിക്കേണ്ട അയ്യോ, പുറത്തുകൂടെ അടി കിട്ടുമ്പോൾ വിളിക്കേണ്ട അയ്യോ, മൂക്കുത്തി ഇടാൻ പോകുമ്പോൾ വിളിക്കേണ്ട അയ്യോ. ഇങ്ങനെ പല ടൈപ്പ് അയ്യോ പല ടൈപ്പ് ഉണ്ട്. പക്ഷെ ഇതൊന്നും പഠിച്ചിട്ടല്ല, അത് നടക്കാനായിട്ട് വരെയാണ് ശീലം. അത്രയേ ഉള്ളൂ. കുട്ടിക്കാലത്ത് ഓടി കളിക്കുമ്പോൾ മൂക്കുത്തി വീണ് കണ്ടപ്പോൾ കണ്ടോണ്ടിരുന്നവർ അയ്യോ കുട്ടി വീണു എന്ന് പറഞ്ഞു. അപ്പൊ മനസ്സിലായി അയ്യോ എന്ന് വിളിച്ചപ്പോൾ ആളും വീണു. പിന്നെ അതങ്ങനെ നാവ് കയറി. ഇതേപോലെ നാവിൽ ഒട്ടിപ്പിടിച്ച കുറേ ഉണ്ട്. നാമം ഒട്ടിപ്പിടിക്കണം. പ്രഹ്ലാദൻ എന്താ പറയും? ജപിക്കുന്നത് കേട്ടാൽ ഒപ്പം അതിങ്ങനെ വരണം. അതിന് നാവിന് ഈ നാമത്തിന് ഒരു ഒട്ടലുണ്ടാവണം. ഇല്ലെങ്കിൽ നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ അത് പുറത്തേക്ക് വരാൻ തുടങ്ങും. അതിങ്ങനെ ജപിച്ച് തുടങ്ങുമ്പോഴാണ് നാമം ജപിക്കുന്നതിന്റെ ഒരു സ്വാദ് ശരിക്കും മനസ്സിലായത്. പിന്നെ അത് പോവില്ല. എല്ലാത്തിനും നാമം കൂടെ ഉണ്ടാവും എന്ന് പ്രഹ്ലാദന്റെ അനുഭവത്തിലൂടെ പ്രഹ്ലാദൻ പറഞ്ഞു കൊടുത്തവരെ കൊണ്ട് ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. ഈ നാമതരംഗങ്ങൾ ഉയർന്നു വന്നതോടുകൂടി എവിടെയോ നിന്നിരുന്ന ഷഡാഭക്തന്മാരെ എന്തോ കേട്ടുണ്ടല്ലോ വിദ്യാലയത്തിൽ നിന്ന് പറഞ്ഞ് ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് അസുരപാലന്മാരെ ഇരുന്നവരെ എണീക്കുന്നു, തുള്ളിച്ചാടുന്നു.
ഇപ്പോഴാണ് ജീവിതത്തിൽ ആനന്ദം എന്ന അവസ്ഥ ആദ്യമായിട്ടുള്ള അനുഭവിച്ചത് ഇവിടെയാണ്. പ്രഹ്ലാദനാണ് ഇവരെ കൊണ്ടത് ജനിപ്പിച്ചതെന്ന് മനസ്സിലായി. ഇവരെ തടഞ്ഞു നിർത്താനൊന്നും അവരെ കൊണ്ട് പറ്റിയില്ല. ചണ്ടാമരന്മാരെ നേരെ ചെന്ന് ഹിരണ്യകശിപുവിനോട് വിവരം പറഞ്ഞു. ശുദ്ധ്വാതപ്രിയം ദൈത്യോ ദുസ്സഹന്തരയാണയം ഗോപാവേശജലഗാത്രപുത്രം ഹന്തും മനോദരേ. ഇത്ര കേൾക്കാൻ ഇഷ്ടമില്ലാത്തൊരു ശബ്ദം വേറെ ഇല്ല. അത് അപ്രിയം. തന്നെ ചെയ്തു പറഞ്ഞാൽ ഹിരണ്യകശിപു കേൾക്കും. നാമം ജപിക്കുന്നത് അത് തന്നെ. അവൻ ഇവരെ കൊണ്ടുവന്ന് നാമം ജപിപ്പിച്ചു എന്നായപ്പോ ഇനി ഇത് ബാക്കി വെച്ചാൽ ശരിയാവില്ല. പുത്രം ഹന്തം മനോദധേ, മകനെ കൊല്ലുക എന്നുള്ള തീരുമാനത്തിലെത്തി ഹിരണ്യകശിപു. ഊരിപ്പിടിച്ചൊരു വാനമായിട്ട് ഹിരണ്യകശിപു കൊണ്ടൊരു വനമുണ്ടായി. ചവിട്ടേണ്ടതായ സർപ്പം കൊത്താൻ വേണ്ടി ചീരയെടുക്കുന്നത് പോലെ ജന്മനാ ദുഷ്ടനായിട്ട് ഹിരണ്യകശിപു കൊല്ലുക എന്നുള്ള തീരുമാനം കൂടി ആയാൽ പിന്നെ പറയാമോ. അവിടെ നിന്ന് വരം ആ നടക്കുന്നതിനിടയിൽ മെതിയടികളൊക്കെ ഒരു തെറിച്ചുപോയി, കിരീടം ഒരു തെറിച്ചുപോയി, ഉത്തരികളോടെയോ വീണുപോയി. നടക്കുന്നതിന്റെ വേഗതയിലെ മാറിലുള്ള മാലകളൊക്കെ ആടി പറഞ്ഞ് പൊട്ടിച്ചെതറി. ഭൂമി ആകെ പ്രകമ്പനം കൊള്ളുന്നു. അസുര കിങ്കന്മാരൊക്കെ ഭയം ഓടി. അസുര ബാലന്മാരെ ഇടയ്ക്കൊക്കെ ഓടി ഒളിച്ചു. അകലെ നക്ഷത്ര വരവ് കണ്ട പ്രഹ്ലാദൻ അച്ഛനെ അടുത്ത് കണ്ടപ്പോഴേക്കും രണ്ട് കൈയും കൂപ്പി പിടിച്ച് വിനയാന്വിതനായിട്ട് നിൽക്കുകയാണ്. അത് കണ്ടുകൊണ്ടാണ് ഹിരണ്യകശിപു ഉള്ളിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. തന്നോടുള്ള ബഹുമാനമാണ് കാണിക്കുന്നത് എന്നൊക്കെ മനസ്സിലായി. കൊല്ലാൻ തീരുമാനമായിട്ട് വരുന്നവൻ ബഹുമാനം സ്വീകരിക്കാനല്ലോ ഉണ്ടാവുക. എടാ വിനയമല്ലാത്തവനെ, നീ കൈകൂപ്പി പിടിച്ച് എന്നോട് കാണിക്കുന്നത് എന്നോടുള്ള ബഹുമാനമാണെന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷെ ഇത് നീ കാണിക്കുന്ന ദുർവിനയം. കുറച്ചെങ്കിലും ബുദ്ധിയുണ്ടെങ്കിൽ ഇത്രയൊക്കെ തോന്നിവാസം കാണിച്ചിട്ട് നീ കൈ കൂപ്പി പിടിച്ചോണമെന്നില്ല. എന്റെ വിചാരം ഈ 4 എണ്ണത്തിനെ കൊണ്ട് നാമം ജപിച്ചാൽ വിഷ്ണുഭക്തിയോടെ തിരിച്ചു വരുന്നോ? നടക്കില്ല. അതില്ലാതാക്കിയത് ഹിരണ്യകശിപു ആണെങ്കിൽ ഇനി അതുകൂടെ തിരിച്ചു വരില്ല. കുലം മുടിക്കാൻ വേണ്ടി പറഞ്ഞവനാണ്. എല്ലാ കുലത്തിനും ഉണ്ടാവുമല്ലോ. കഷ്ടകാലത്തിന് എന്റെ കുലത്തിന് ഇപ്പൊ ഈ ആയിപ്പോയി. എന്റെ തന്നെ പുത്രനായിട്ട് വന്നത് കൊണ്ട് മകനായി പോയില്ലേ. എങ്ങനെ കൊല്ലും എന്നൊന്ന് ചെറിയൊരു സംശയം എനിക്കുണ്ടായിരുന്നു. ഇപ്പൊ അത് പറ്റി. കാരണം നിന്നെ വെറുതെ വിട്ടാൽ ശരിയാവില്ല. അസുരകുലം ഒരു ചന്ദനക്കാടാണ്. ഈ അസുരകുലം എന്ന ചന്ദനക്കാടിൽ നീയാവുന്നൊരു മുൾച്ചെടിയെ കാണാതെയുണ്ട്. ചന്ദനത്തിന്റെ ഇടയിലാണ്. നേരെ ആവട്ടെ എന്ന് പറഞ്ഞ് വെറുതെ വിട്ടപ്പോ എന്തായി? ഈ ഞങ്ങളുടെ ഈ അസുരകുലം എന്ന ചന്ദനക്കാടിനെ വെട്ടിത്തെളിക്കാൻ നടക്കുന്ന മഹാവിഷ്ണു എന്ന കോടാലിക്ക് പിടിയാവുന്നവരെ നീ വളർന്നാൽ പിന്നെ ഞാൻ നിന്നെ എന്ത് വേണം? നിന്നെ കടയോടെ വിട്ട്. ഇപ്പൊ എന്റെ ഉദ്ദേശം അതാണ്. ഈ കുലം മുടിക്കാൻ വേണ്ടി പറഞ്ഞ അധമനായിട്ടുള്ള നിന്നെ കൊന്നിട്ട് ഹിരണ്യകശിപു എന്ന ചക്രവർത്തി ഇവിടെ തിരിച്ചു കൂടും. നമ്മളിനി അച്ഛനുമില്ല മകനുമില്ല. അതുകൊണ്ട് എനിക്കൊന്നും അറിയണം. നിന്റെ മേൽ ഞാൻ കൈവയ്ക്കുന്നതിന് മുമ്പ് എനിക്കൊന്നും അറിയണം. ആരാ നിന്റെ പിന്നിൽ? നീ എന്നൊരു 5 വയസ്സുകാരൻ ഞാനെന്ന ചക്രവർത്തിക്കെതിരെ ധൈര്യമായിട്ട് എന്താ നിന്റെ ധൈര്യം? കാട്ടിൽ പോകുന്നു പറഞ്ഞ് ഭക്തിയുടെ 9 പടികളുണ്ട് എന്ന് പറയും. അതെന്റെ മടിയിരുന്ന് ഇതൊക്കെ കഴിഞ്ഞ് ഇത്രയൊക്കെ നിന്നെ കൊല്ലാൻ നോക്കിയിട്ടും അവസാനം എന്റെ വാളിന്റെ തുമ്പത്തിലെത്തുമ്പോൾ നിന്റെ മുഖത്തുനിന്ന് മാറാത്ത ഈ പുഞ്ചിരി, ഒരു കൂസലില്ലാത്ത നിന്റെ ഈ നിൽപ്പ്, അതെന്ന് എനിക്കറിയാം. ഇതൊരു 5 വയസ്സുകാരനുണ്ടാവുന്ന ധൈര്യമൊന്നുമല്ല. ആരോ നിന്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് ആരാ നിന്റെ പിൻബലം? അതൊന്ന് പറയാം. പ്രഹ്ലാദൻ പറഞ്ഞു, ഇതിന് പിൻബലമില്ല മുൻബലമില്ല, ഒറ്റ ബലമില്ല. ഒറ്റ ബലം എന്ന് വെച്ചാലോ സവൈല അളന്തന്നെ ബലം. ഏത് ബലം? ബലം വൈകുണ്ഠക. അച്ഛൻ ഏതൊരു മൂർത്തിയെയാണോ എതിർക്കുന്നത് ആ വൈകുണ്ഠമൂർത്തിയാണ് ബലം. പ്രഹ്ലാദൻ മുഖത്ത് നോക്കി പറഞ്ഞു. ഹിരണ്യകശിപു മുഖത്ത് നോക്കിയിട്ടാണല്ലോ പറയുന്നത്. ഞാൻ നിന്റെ അച്ഛനല്ല, രാജാവ് ചക്രവർത്തിയാണെന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് അപ്പൊ ആ നിലയ്ക്കാണ് പ്രഹ്ലാദന്റെ മറുപടി. കേവലമേ എനിക്ക് മാത്രമല്ല അച്ഛ, ഭവതശ്ചാരാജൻ രാജാവായ അമ്മയ്ക്കും ബലമുള്ളവർക്കും ബലമില്ലാത്തവർക്കും അവൻ തന്നെ.
ഇവിടെയുള്ള സൃഷ്ടിസ്ഥിതി സംഹാരാദികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂർത്തികൾ എന്ന് പറയുന്നതിന്റെയും അടിസ്ഥാനമാണ്. കേവലം സ്ഥിരജംഗമായ ഇവിടെയുള്ള സ്ഥാവര ജംഗമങ്ങൾക്കൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നതായി എന്നാ പിന്നെ അവനാര എല്ലാം ഒരേ ഒരു ബലം നീ പറയുന്നു. നീ പറയുന്നതായിട്ടുള്ള ബലമാണ് എനിക്ക്. അത് നീ പറയാനായിട്ടില്ല. നിന്റെ കാര്യം നീ എന്ത് വേണമെങ്കിൽ പറയാം. എന്റെ കാര്യം ഞാനാ തീരുമാനിക്കാം. ഇതെന്റെ ബലം. ജന്മമായി എനിക്ക് കിട്ടിയ കരബലം. ഒറ്റ വിരലിൽ നിന്ന് ഞാൻ തപസ് ചെയ്ത് നേടിയെടുത്തതായിട്ടുള്ള വരബലം. എന്റെ ഇച്ഛാശക്തി കൊണ്ട്, ജ്ഞാനശക്തി കൊണ്ട്, ക്രിയാശക്തി കൊണ്ട് ഈ ലോകത്തെ മുഴുവൻ ഞാനിവിടെ നിയന്ത്രിച്ചു കൊണ്ട് നടക്കണം. നീ ഇത് എന്തറിഞ്ഞിട്ടാ? ഹിരണ്യകശിപു എന്ന ചക്രവർത്തിയുടെ ബലം നിനക്ക് അറിയില്ല. ഞാൻ അറിയാതെ പോലും മുരുക കൊടിയൊന്ന് വളച്ചാൽ 3 ലോകങ്ങളും കിട്ടാന്ന് പറയുന്നത്. ഇതൊന്നും അറിയാതെയാണ് നിന്റെ ഈ ജൽപ്പനം. നീ പോലും ഞാൻ പോലും അറിയാതെ എനിക്ക് പിൻബലം തരുന്നതായിട്ടുള്ള ആ ബലം അവൻ എവിടെ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ പ്രഹ്ലാദൻ അപ്പം പറഞ്ഞു സർവത്ര എല്ലായിടത്തും ഉണ്ടെന്ന് പറയാം. അങ്ങനെ എല്ലായിടത്തും തന്നെ കാണാം. 4 ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി എവിടെയും കണ്ടില്ല. വീണ്ടും പ്രഹ്ലാദനോട് ചോദിച്ചു, സർവത്ര എല്ലായിടത്തും ഉണ്ടെന്ന് തന്നെ ഇപ്പോഴും മറുപടി. അങ്ങനെ എല്ലായിടത്തും പോയി എനിക്ക് അന്വേഷിക്കാൻ പറ്റില്ല. നീ പറയുന്ന എല്ലായിടത്തുള്ളവൻ തസ്മാൽ സ്തംഭേ എന്ന ദൃശ്യം. കുറെ ദിവസമായി നീ എന്നെ കളിപ്പിക്കാൻ തുടങ്ങി. ഇനി അതിന് നീ എവിടെ രക്ഷപ്പെടുന്ന അറിയാമല്ലോ. എന്തുകൊണ്ട് തസ്മാൽ സ്തംഭേ എന്ന ദൃശ്യം? ഈ തൂണിൽ എന്തുകൊണ്ട് കാണാനില്ല? പ്രഹ്ലാദൻ അതന്നെ ഹിരണ്യകശിപുവിനോട് തിരിച്ചു വെച്ചു. സ്തംഭേ എന്ന ദൃശ്യമേ അച്ഛനെ കാണാനില്ലേ? സംസ്കൃതത്തിന് അങ്ങനെ ഒരു സുഖം. ഒരേ കാര്യം ചോദ്യോത്തരാക്കാം. ഹിരണ്യകശിപുവിന്റെ ചോദ്യമാണ് തസ്മാൽ സ്തംഭേ എന്ന ദൃശ്യമേ, എന്തുകൊണ്ട് ഈ തൂണിൽ കാണാനില്ല? പ്രഹ്ലാദൻ അതന്നെ തിരിച്ചു വെച്ചു. സ്തംഭേ എന്ന ദൃശ്യമേ അച്ഛനെ കൂടി കാണാനില്ലേ? എനിക്ക് കാണാനുണ്ടല്ലോ. ദൃശ്യത്തെ തൂണിൽ കാണാനുണ്ട് എന്ന് പ്രഹ്ലാദൻ ഒറ്റത്തവണ പറഞ്ഞു. 10 തവണയൊന്നും പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഭഗവാനെ കാണാണ്ട് എന്ന് പറയുമോ അതോ കണ്ട് ഭഗവാനെ തൊടാൻ നോക്കും. പ്രഹ്ലാദൻ തൂണും നോക്കി കൈക്ക് മുപ്പി പിടിച്ച് നിൽപ്പായി. ഇനി ഇവരോട് എന്ത് ചോദിച്ചിട്ടും കാര്യമാണ് ഹിരണ്യകശിപുവിന് ഉറപ്പായി. തൽക്കാലം എല്ലാവർക്കും ഇതെന്ന് പറഞ്ഞ സാധനത്തിനെ തൂണിനുള്ളിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഇനി അതിനുള്ളിൽ തന്നെ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതിനെന്താ വഴിയെന്ന് ആലോചിച്ചു ഹിരണ്യകശിപു. എന്ത് ചെയ്തിട്ടായാലും ഇതിനൊരു അവസാനം. ഇവനാണെങ്കിൽ വേറെ ഒന്നും പറയുന്നില്ല. ഹിരണ്യകശിപുവിനാണെങ്കിൽ എവിടുന്ന് തുടങ്ങണ്ടേ എപ്പോഴും തീരുമാനമാവാത്ത അവസ്ഥ. ആ തൂണിനെ ചുറ്റും വെച്ച് വട്ടം വെച്ച് നോക്കി തൂണിനുള്ളിൽ നടന്നെങ്കിലൊക്കെ കാണാണ്ടോ ഒന്നുമില്ല. പ്രഹ്ലാദനാണെങ്കിൽ തൂണ് നോക്കി കൈ കൂട്ടി പിടിച്ചു നിൽക്കുന്ന രംഗാണ് നേരെ മുമ്പിൽ കാണുന്നത്. വീണ്ടും ക്രോധത്തിന് ദേഷ്യം തീരാണ്ടാകുമ്പോൾ അവിടെ കാണിക്കണം. വന്ന് വീണ്ടും പ്രഹ്ലാദന്റെ മുമ്പിൽ വെച്ചിട്ട് ഏതാണ്ട് തൂണ് നോക്കി നിൽക്കുന്നത് കണ്ടാൽ തൂണി മുമ്പിലുള്ള പോലെയാണല്ലോ. അവനെ ഞാനിവിടെ കൊണ്ടുവരും. നീ കാണിക്കുന്ന അടമൊക്കെ മനസ്സിലാവുന്നുണ്ടോ? മരണമെടുത്താൽ മരണഭയം വന്നവൻ പിച്ചും പേടിച്ച് നടത്തിട്ടെ. അതേപോലെ മരണഭയമുള്ളവൻ നാട്ടിൽ നിന്ന് അടിച്ചിട്ട് അവിടെയുണ്ട് ഇവിടെയുണ്ടെന്ന് പിച്ചും പേയും പറയണ പോലെ നീ എന്തെങ്കിലുമൊക്കെ ജൽപ്പനം ചെയ്താൽ കുട്ടി പേടിച്ചു എന്ന് പറഞ്ഞ് നിന്നെ ഞാൻ വെറുതെ വിചാരിച്ചത്. ഇതിന് അറ്റ കണ്ടിട്ട് ഹിരണ്യകശിപു തിരിച്ചു കൂടും. ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ. ഇതിലൊരു തീരുമാനം ഉണ്ടാവും. ഈ തൂണിനുള്ളിൽ നീ പറയുന്ന പോലെ എനിക്ക് പോലും ശക്തി തരുന്നതായ മറ്റൊരുത്തനുണ്ടെങ്കിൽ ഇപ്പൊ അത് നിന്റെ 5 വയസ്സുകാരന്റെ വാക്കാണെങ്കിലും എനിക്ക് വെല്ലുവിളിയാണ്. അവനെ ഞാനിവിടെ പുറത്ത് കൊണ്ടുവരും. എന്നിട്ട് എന്റെ കൈ കൊണ്ട് അവന്റെ കഥ കഴിയുന്നത് നിനക്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ആരാ അവസാന വാക്കുന്നത് എനിക്ക് അറിയാമല്ലോ. അത് കഴിഞ്ഞിട്ട് ഒരു വരവ് ഞാൻ നിന്റെ അടുത്ത് വരും. അവിടെ പ്രഹ്ലാദ എനിക്ക് തീരുമാനിക്കാം. ഹിരണ്യകശിപു എന്ന അചര്യനായ ശക്തിയുടെ പുത്രനായിട്ട് സുഖായുള്ള കാലം ജീവിക്കണോ അതോ എന്റെ കൈ കൊണ്ട് മരിക്കണോ? നിന്നെ ആര് രക്ഷിക്കുന്ന? നീ ഇത്രകാലം എന്നെ എതിർത്തത് ആ ഹരിയെ ഭജിക്കാനല്ല. എന്നെ എതിർത്തത് എങ്ങനെ? ആ ഹരിയെ ഭജിച്ചുകൊണ്ടല്ലേ. അവൻ വരുന്നുണ്ട്. നിനക്കെതിരെ ഞാൻ ആയുധമെടുക്കുമ്പോ നിന്നെ രക്ഷിക്കാൻ ആ ഹരി വരും എന്ന് നിനക്ക് പ്രതീക്ഷയുണ്ടോ? ഉണ്ടെങ്കിൽ അവൻ വരട്ടെ. അവനെ കാണാൻ കാത്തു നിൽക്കുകയല്ല, അവനെ തന്നെ ഇല്ലാതാക്കിയാൽ പിന്നെ നിനക്ക് ഭജിക്കാനാണ്. അങ്ങനെ അവന്റെ കഥയും കൂടി നിന്റെ മുമ്പിൽ വെച്ച് ഞാൻ കഴിക്കും. എന്നിട്ട് നിന്നെ ഞാൻ കൊല്ലും. ഹിരണ്യകശിപുവിന്റെ തീരുമാനമാണ് ഇവിടെ അവസാന വാക്ക്. ഹരിഭജനം. അത് നിന്നോട് കൂടിയിട്ട് ഈ ലോകത്തിൽ അവസാനിപ്പിക്കും ഞാൻ. ഇത്
ഹിരണ്യകശിപുവിന്റെ തീരുമാനമാണ്, ഇവിടെ അച്ഛനാണ് ഞാൻ, മകനാണ് ഞാൻ എന്നുള്ള ആ ഒരു മതിൽക്കെട്ടാണ് നമുക്കിടയിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇനി നിന്റെ അന്തകനാണ് ഞാൻ, അതിന് യാതൊരു സംശയമില്ല. ജാതകർമ്മം ചെയ്തൊരു വയ്യ, അതുകൊണ്ട് തന്നെ തലയെടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് തന്നെ ഞങ്ങൾ മാറ്റി നിർത്തിയതിന്റെ പേരിലിപ്പോ നീ എനിക്കെതിരെ തിരിഞ്ഞ് ഇല്ലാത്ത ഈശ്വരന്റെ കഥയും പറഞ്ഞ് വരുന്നവൻ എന്നും പറഞ്ഞ് ഹിരണ്യകശിപുവിനെ വെട്ടിത്തിരികയും കാലെടുത്ത് തൂണിനടുത്തേക്ക് വെച്ചോ, കയ്യിനെ മുഷ്ടിയിലേക്ക് ആ ശക്തിയെ മുഴുവൻ കേന്ദ്രീകരിച്ച് വാള് പിടിച്ച മുഷ്ടി കൊണ്ട് സ്തംഭത്തിനാണ് അതിവലസ്വ മുഷ്ടിക ആനൊരു ഇടി ഇടിച്ചു സ്തംഭത്തിലേക്ക്. ഇടികൊണ്ട ശബ്ദമല്ല, പക്ഷെ അവിടെ കേട്ടത് ബഹുമാനേന അണ്ടകടാഹങ്ങൾ പൊട്ടുന്നത് പോലെ ഭയാനകമായ ഭീകരമായ ശബ്ദം കേട്ടു. കേട്ട ഹിരണ്യകശിപു ഞെട്ടി നിർത്തലാട്ടി പിന്നിലേക്ക് വെച്ചപ്പോഴാണ് തൂണിന് നല്ല പിളർന്ന് വരുന്നുണ്ട്. അതിൽ നിന്ന് ദൂരം